മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് വേദനിക്കാറുണ്ടോ? കളിയാക്കുമ്പോഴായിരിക്കാം, പരിഹസിക്കുമ്പോഴായിരിക്കാം, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, നീ വെറും മണ്ടൻ, നിനക്ക് ഇതൊന്നും സാധിക്കുകയില്ല, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നാം നിരാശരായി പോകുന്നവരാണോ? എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കാര്യമില്ല, ഈ ജീവിതമൊന്നും ജീവിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾ വായിക്കുന്ന പുസ്തകമാണ് ഡോൺ ഹാർട്ട് മീ. ഡേവിഡ് ഗോജിൻസ് എഴുതിയ പുസ്തകമാണ്. ഒരു അൾട്രാ എൻഡ്യൂറൻസ് അത്ലറ്റായി മാറിയ ഡേവിഡ് ഗോജിൻസ്. ഞാൻ ഈ പുസ്തകം നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ കമൻറ്റ് ചെയ്യുകയും പുസ്തകം മലയാളത്തിൽ കിട്ടുമോ എന്നെല്ലാം ചോദിച്ചു. അതുകൊണ്ടാണ് വീണ്ടും ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. ഡോൺ ഹാർട്ട് മീ. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും കീഴ്പ്പെടുത്തുവാനോ തകർക്കുവാനോ വേദനിപ്പിക്കുവാനോ സാധിക്കില്ല. മറ്റൊരാൾ പറഞ്ഞ വാക്കുകൊണ്ട് നാം വേദനിക്കുന്നെങ്കിൽ നാം ശക്തന്മാരായ ആളുകളാണോ? മെൻ്റലി സ്ട്രോങ് ആകുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇമോഷണലി സ്റ്റേബിൾ ആകുക എന്നുള്ളത് ശക്തമായ ഒരു കാര്യമാണ്. അടുത്ത കാലത്ത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഒരാൾ അവമാനിച്ചു എന്ന് പറഞ്ഞ് വേദനിച്ച് ആത്മഹത്യ ചെയ്യുന്ന കണ്ടു. ഇനി എത്രയോ കുട്ടികളാണ്, എത്രയോ യുവാക്കളും യുവതികളും പുരുഷന്മാരും സ്ത്രീകളുമാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഡേവിഡ് ഗോജിൻസ് പറയുകയാണ് ഡോൺ ഹാർട്ട് മീ. കാരണം ഡേവിഡ് ഗോജിൻസിനെ കുറിച്ച് പറയാൻ കാരണം അദ്ദേഹത്തിന് അത് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഡേവിഡ് ഗോജിൻസിന്റെ ചെറുപ്പം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളതായിരുന്നു. പിതാവ് അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ആളായിരുന്നു. പിതാവ് പറയുന്ന പോലെ കേൾക്കണം, പിതാവിൻ്റെ അംബീഷൻ അനുസരിച്ച് ചെയ്തു കൊള്ളണം, ഇല്ലെങ്കിൽ ക്രൂരമായി അടിക്കുകയും മർദ്ദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു ആളായിരുന്നു ഡേവിഡ് ഗോജിൻസിന്റെ പിതാവ്. അപ്പോൾ ഡേവിഡ് ഗോജിൻസ് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അങ്ങനെ ജീവിച്ച് അദ്ദേഹം ഡിപ്രഷനിലാകുന്നു, പൊണ്ണത്തടിയായി മാറുന്നു, കുറേ പരീക്ഷകളൊക്കെ തോക്കുന്നു. അദ്ദേഹം പിന്നീട് ഒരിക്കൽ തീരുമാനിക്കുകയാണ്, ഇനി ഇങ്ങനെ പോയാൽ പോരാ, എന്നെ ശരിയാണ് എൻ്റെ പിതാവ് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഡിപ്രഷനും അതുപോലെ പൊണ്ണത്തടിയുമായതിന് എന്നെ ഒറ്റ കളിയാക്കുന്നുണ്ട്, പക്ഷെ ഇനി ഇങ്ങനെ പോയാൽ പോരാ. അന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, 2 days which are important in our life. 1 is the day you born. 2, the day you realize why you are born in this world. അദ്ദേഹം തിരിച്ചറിയുകയാണ്, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം അങ്ങനെ നേവി സീൽ എന്ന് പറയുന്ന, ശരിക്കും നേവി സീൽ എന്ന് പറഞ്ഞാൽ US ആർമിയിൽ ഏറ്റവും ശക്തമായ ആളുകൾ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ. അപ്പം അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ്. പിന്നെ അദ്ദേഹം 3 മാസം കൊണ്ട് 100 പൗണ്ട് കുറയ്ക്കുകയാണ്. അത്രമാത്രം അദ്ദേഹം ശക്തമായി ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഒരു അൾട്രാ എൻഡ്യൂറൻസ് ഉള്ള ആളായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ധാരാളം റെക്കോർഡുകളുണ്ട്. ഇപ്പോൾ മാരത്തണിൽ ഏറ്റവും വേഗത്തിൽ ഓടിയാൽ, ഏറ്റവും കൂടുതൽ പുഷപ്പ് എടുത്തിയാൽ 24 മണിക്കൂർ 4030 പുള്ളപ്സാണ് അദ്ദേഹം എടുത്തത്. 100 പൗണ്ടാണ് 3 മാസം കുറച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രിൻസിപ്പിളുടെ 40% റൂൾ. എല്ലാ ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളും 40% എഫേർട്ട് ഇട്ട് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നവരാണ്. ഇദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പുഷപ്പും പുള്ളപ്പും ഒക്കെ ചെയ്യുമ്പോൾ മടുക്കും, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. എന്നാലും അദ്ദേഹം ഒരു 10 പുള്ളപ്പ് അല്ലെങ്കിൽ ഒരു 15 പുഷപ്പ് കൂടി എടുത്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് 40% ആളുകൾ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി 60% ആളുകൾ യൂസ് ചെയ്യുന്നില്ല. അതിനെ മറക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്നത് സഫറിങ്സ് ആൻഡ് സെറ്റ് ബാക്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഫോർ ഗ്രോത്ത്. ഈ പരാജയങ്ങളും ഒപ്പം തന്നെ ഈ പറയുന്ന വീഴ്ചകളും മുന്നോട്ട് പോകാനുള്ള ശക്തമായിട്ടുള്ള ഒരു ചുവടുവെപ്പുകളാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ പുസ്തകം കാണുവാൻ സാധിക്കും, ഹെൽബീക്ക് എന്ന് പറഞ്ഞ ആശയമുണ്ട്. ഈ നേവി സീൽ അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരാഴ്ചയിൽ മണിക്കൂറുകളോളം മാനസികമായും ശാരീരികമായും ശക്തമായ ടാസ്കുകൾ ചെയ്യിപ്പിക്കും. അതെല്ലാം അങ്ങനെ തളർന്നു കഴിയുമ്പോൾ ആ വീക്കെൻഡിൽ അവർ വീണ്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ഈ സമയത്ത് അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെടുകയും അദ്ദേഹം വളരെയധികം വീക്കായി പോവുകയും ചെയ്യുന്നു. ചില ആളുകളൊക്കെ അതിവിടെ നിർത്തി പോകുന്നുണ്ട്. പക്ഷേ ഈ അൾട്രാ എൻഡ്യൂറൻസ്, ഇനിയും എനിക്ക് ചെയ്യണം, ഇനിയും എനിക്ക് ചെയ്യാൻ കഴിയും, എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കുവാനോ വീഴ്ത്തുവാനോ പരാജയപ്പെടുത്തുവാനോ കഴിയുകയില്ല എന്നുള്ള ആ ചിന്ത, അതാണ് ഡേവിഡ് ഗോജിൻസ് മുന്നോട്ട് നയിച്ചത്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് അക്കൗണ്ടബിലിറ്റി മിറർ. ഒരു വശത്ത് നിങ്ങളുടെ വീക്ക്നെസ് ഉണ്ട്, മറുവശത്ത് നിങ്ങളുടെ ഗോളുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ്സിനെ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഗോളിനെ ഓർക്കുക, നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക. ആ അക്കൗണ്ടബിലിറ്റി മിററിലേക്ക് നോക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കലും തളരുകയില്ല എന്നും എന്നെ നിങ്ങൾക്കാർക്കും തളർത്തുവാനും കഴിയുകയില്ല എന്നും, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫയർ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തീ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ശക്തി, അത് വളരെ അപാരമായിട്ടുള്ളതാണ് തിരിച്ചറിയുക എന്നതാണ് ഡേവിഡ് ഗോജിൻസ് പറയുന്നത്. ഈ പുസ്തകം നമുക്ക് ഉപദേശം നൽകുന്ന ഒന്ന് തന്നെയല്ലേ? ഈ ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ
നമുക്ക് എത്രമാത്രം സക്സസ് ഉണ്ടാക്കുവാൻ സാധിക്കും. തീർച്ചയായും പുസ്തകം വായിക്കുക, ജീവിതത്തിൽ വലിയ മാറ്റം നേരിടട്ടെ.